നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂ ഇയർ പ്രോഗ്രാമിൽ വെച്ച് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ 4 പ്രതികൾ കൂടി റിമാൻഡിലേക്ക്. അരിമ്പൂരിൽ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. കാഞ്ഞാണിയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. വാർത്തകൾ വിശദമായി. ന്യൂ ഇയർ പ്രോഗ്രാമിൽ വെച്ച് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായ 4 പ്രതികൾ കൂടി റിമാൻഡിലേക്ക്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ DJ പാർട്ടിയിൽ കപ്പിൾ പാസ് എടുത്ത് പങ്കെടുക്കാനെത്തിയ ഒല്ലൂർ സ്വദേശിയായ യുവാവിനും സുഹൃത്തായ യുവതിക്കും ഭക്ഷണവും മദ്യവും ലഭിക്കാത്തത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പരിപാടിയുടെ സംഘാടകരായ പ്രതികൾ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് തളിക്കുളം പുളിയന്തുരുത്ത് സ്വദേശി മേങ്ങാടി വീട്ടിൽ ബാബുട്ടൻ എന്ന് വിളിക്കുന്ന ലെനീഷ്, തളിക്കുളം പുളിയന്തുരുത്ത് സ്വദേശി മേങ്ങാടി വീട്ടിൽ സുമിത്, തളിക്കുളം പുളിയന്തുരുത്ത് സ്വദേശി കോഴിക്കോട്ട് വീട്ടിൽ പ്രദീപ്, വാടാനപ്പള്ളി നടുവിൽക്കര സ്വദേശി പേഴി വീട്ടിൽ ബിജിഷ്, വാടാനപ്പള്ളി കുന്നത്ത് ജംഗ്ഷൻ പള്ളിത്തോട്ടുങ്ങൽ വീട്ടിൽ കുണു എന്ന് വിളിക്കുന്ന ഫൈസൽ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഈ കേസിലെ മറ്റു പ്രതികളായ തളിക്കുളം പുളിയന്തുരുത്ത് സ്വദേശി അന്തിക്കാട്ട് വീട്ടിൽ മസിൽ കണ്ണൻ എന്നറിയപ്പെടുന്ന കണ്ണൻ, തൃശൂർ എൽത്തുരത്ത് കാര്യാട്ടുകര സ്വദേശി പുഴക്കര വീട്ടിൽ ശ്രീധർ, ചെമ്മാപ്പള്ളി വടക്കുമുറി സ്വദേശി വലിയകത്ത് വീട്ടിൽ സുഹാസ് എന്നിവരെ മുമ്പ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതിന് റിമാൻഡ് ചെയ്തിരുന്നു. അരിമ്പൂരിൽ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. അരിമ്പൂർ നാലാങ്കല്ല് സ്വദേശി ചേന്നംകുളം വീട്ടിൽ ശ്രീഷ്ണവ് 20 വയസ്സ്, വെളുത്തൂർ സ്വദേശി നങ്ങേലി വീട്ടിൽ സ്മിജിൻ 19 വയസ്സ്, അരിമ്പൂർ സ്വദേശി മാങ്ങാട്ട് വീട്ടിൽ ശ്രീഹരി 19 വയസ്സ്, അരിമ്പൂർ നാലാങ്കല്ല് സ്വദേശി കണ്ണോളി വീട്ടിൽ രാജേഷ് 19 വയസ്സ് എന്നിവരെയാണ് പിടിയിലായത്. 2026 ജനുവരി 5-ന് അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ധനുപ്പൂയ മഹോത്സവത്തിനിടെ നടന്ന കാവടിയാട്ടത്തിനിടെ ഡാൻസ് കളിക്കുന്നതിനിടയിൽ 16 വയസ്സുള്ള കുട്ടിയുടെ ദേഹത്തേക്ക് പ്രതികളിലൊരാൾ വീണപ്പോൾ തള്ളി മാറ്റിയതിലുള്ള വൈരാഗ്യത്താൽ കുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനാണ് പ്രതികളെ അന്തിക്കാട് പോലീസ് പിടികൂടിയത്. പ്രതികൾ കുട്ടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് കേസെടുത്തത്. അരിമ്പൂർ ഓളന്തലിപ്പാറ കുളത്തിന്റെ സൈഡിൽ വെച്ചാണ് 16 വയസ്സുള്ള കുട്ടിയെ കൈകൊണ്ടും വടികൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും അസഭ്യം പറയുകയും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നു. കാഞ്ഞാണിയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പരിസരവാസികളുടെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടൽ മൂലം ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കാഞ്ഞാണി ജനതാ സെൽസിനും അശ്വമാലിക ആശുപത്രിയുടെ സമീപത്തുമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ചൊവ്വാഴ്ച രാവിലെ 11:35 പുല്ലിന് തീപിടിച്ചത്. പറമ്പിന്റെ കിഴക്ക് ഭാഗത്തു നിന്നാണ് തീ കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീ പടർന്ന് ജനതാ സിൽക്സിന്റെ പിറകുവശം വരെ എത്തിയെങ്കിലും കൂടുതൽ പടർന്ന് കയറുന്നതിന് മുൻപ് തീയണയ്ക്കാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം നടന്നു. വലപ്പാട് ശാന്തിനഗർ അരയംപറമ്പിൽ നീതു രാഗേഷിനും മക്കൾക്കുമായാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം RSS ഉത്തര കേരള പ്രാന്തകാര്യവാഹം PN ഈശ്വരൻ നിർവഹിച്ചു. വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി സുരേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സേവാഭാരതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ വരാൻ പോകുന്ന റിഹാബിലിറ്റേഷൻ സെന്റർ പ്രൊജക്ടിനെ കുറിച്ചും മറ്റു പദ്ധതികളെ കുറിച്ചും വിശദീകരിച്ചു. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് സെക്രട്ടറി ഷിജോ അരയംപറമ്പിൽ സ്വാഗതം ആശംസിച്ച പരിപാടിക്ക് അരയംപറമ്പിൽ നീതു നന്ദി പറഞ്ഞു. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകി. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്.
ജനങ്ങളിൽ രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തി നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനുള്ള മനോഭാവം വളർത്തുക, അങ്ങനെയുള്ള പ്രവർത്തകരെ കൂട്ടിച്ചേർത്ത് സംഘടന നിർമ്മിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാട്ടിൽ എന്താവശ്യങ്ങളുണ്ടെങ്കിലും ആ സന്ദർഭത്തിന് അനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുക, ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നിർവഹിച്ചിരുന്നു. പക്ഷേ കാലക്രമേണ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഓരോ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളേണ്ടി വന്നു. അങ്ങനെ 10-25 വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനം കേരളത്തിൽ ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളി തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. പെരിങ്ങോട്ടൂര താനും സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ വിശുദ്ധ സെബാസ്തിനോസിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ടെഡ് കുന്നപ്പിള്ളി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 29 വൈകിട്ട് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം, 30 രാവിലെ 6:30 തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പ്, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം, 31 രാവിലെ 7 മണിക്ക് പ്രസിദ്ധി വാഴ്ച, വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ യുവജനങ്ങളും KCYM സംഘടന പ്രവാസികളും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള, തിരുനാൾ ദിവസമായ ഫെബ്രുവരി 1 രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്റ്ററി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ ലൂർദ് പള്ളി നവവൈദികൻ ഫാദർ നോർബർട്ട് കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ബാൻഡ് മേളം എന്നിവ ഉണ്ടായിരിക്കും. ജനറൽ കൺവീനർ പ്രതീഷ് ജോസ്, പബ്ലിസിറ്റി കൺവീനർ ബെന്നി തട്ടിൽ, PRO നിൻജോ ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആലപ്പാട് ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ, CSR ഡിവിഷൻ, മൈബ്രോ ഇൻഷുറൻസ് ഡിവിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ECG മെഷീൻ നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ, ബ്ലോക്ക് മെമ്പർമാരായ KK പ്രകാശൻ, മായ TB, വിനീത ബെന്നി, സുരേഷ് MB, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ഗിരീഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് KK ശശിധരൻ, മണപ്പുറം ഫൗണ്ടേഷൻ ഇൻഷുറൻസ് ഡിവിഷൻ ഹെഡ് EP ചന്ദ്രൻ, ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ മിനി PM, ഹെൽത്ത് സൂപ്പർവൈസർ S രഗീഷ് എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷനായി. തൃശൂർ ജില്ലാ സെക്രട്ടറി ശ്യാമള ദേവി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ MD ബാബു, സംസ്ഥാന കൗൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണം കഴിഞ്ഞ ജൂലൈയിൽ നടക്കേണ്ടതായിരുന്നു. 2024 ജൂലൈയിൽ, 2025 ജൂലൈയും കഴിഞ്ഞു, 2026 ജൂലൈയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരമൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളത്തെ ബഡ്ജറ്റ് വരുമ്പോൾ അതിലെന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ 2019 11ാം പരിഷ്കരണം അത് കോവിഡ് കാലഘട്ടത്തിനിടയിലായിട്ട് പോലും അത് നടത്താൻ സാധിച്ചതിൽ എല്ലാവരും വളരെയേറെ സന്തോഷിച്ചിരിക്കുന്നു. ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാംപറമ്പിൽ, സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ട്രഷറർ വിപിൻ CV ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിച്ച നാടകം മഗധ അരങ്ങേറി. ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് MD രാജേഷ് പറശ്ശേരിയെ ആദരിച്ചു. ബുധനാഴ്ച രാത്രി 7 ഗാനമേള, ജനുവരി 29 രാത്രി 7 ഗാനമേള.
ജനുവരി 30 രാത്രി 7 മണിക്ക് നക്ഷത്ര പെരഞ്ഞനം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, ജനുവരി 31 രാത്രി 7 നാടൻപാട്ട്, ഫെബ്രുവരി 1 പുലർച്ചെ 5 മണി മുതൽ തൈപ്പൂയാഭിഷേകം, വൈകിട്ട് 6:30 നിറമാല, ചുറ്റുവിളക്ക്, രാത്രി പള്ളിവേട്ട, ഫെബ്രുവരി 2 തൈപ്പൂയാഘോഷ ദിവസം രാവിലെ 8 കാഴ്ചശീവേലി, രാവിലെ 11:30 മുതൽ 2:30 വരെ കാവടിയാട്ടം, വൈകിട്ട് 4:30 മുതൽ 7 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കിഴക്കൂട്ട് അനിയന്മാരാർ, തൃപ്പയർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 75-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളം, തുടർന്ന് ദീപാരാധന, രാത്രി 11 മുതൽ പുലർച്ചെ 2:15 വരെ കാവടിയാട്ടം, തുടർന്ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കോൺഗ്രസ് പെരിഞ്ഞണം മണ്ഡലം പ്രസിഡന്റായി CP അനിൽ ചുമതലയേറ്റു. പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ KPCC അംഗം MK അബ്ദുൽ സലാം സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി റൂബിന നാസറണി, മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി CB ജയലക്ഷ്മി സ്ഥാനാരോഹണം നടത്തി. DCC സെക്രട്ടറിമാരായ TM നാസർ, CC ബാബുരാജ്, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ ഓലക്കോട്ട്, സുവർണൻ കൊല്ലാറ, മുഹമ്മദ് വടക്കനോളി, CK മജിദ്, ഹിദായത്തുള്ള, RR രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യപ്രസക്തമായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ KPCCയും DCCയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഇനിയുള്ള ഘട്ടങ്ങളിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ പിന്തുണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് നൽകണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുതിയതായി വരുന്ന നിമിഷനെ അദ്ദേഹം പുതിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം VKG ബ്രാഞ്ച് ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഓഫീസിൽ അതിക്രമിച്ച് കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ്. കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. കൈപ്പൊങ്ങലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ബുധനാഴ്ച രാത്രി 6:30 കൊടിയേറ്റ്, 7 വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ, വ്യാഴാഴ്ച രാത്രി 7 നാടകം, റെഡ് അലർട്ട്, ജനുവരി 30 വൈകിട്ട് 5 ദേവിക്ക് ദേശപ്പൊങ്കാല, രാത്രി 7 വീരനാട്യം, ജനുവരി 31 രാത്രി 7 ഭൈരവാനന്ദം ഭജൻസ്, ഫെബ്രുവരി 1 രാവിലെ 11:30 പാൽക്കുടം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6 വീരനാട്യം, ഫെബ്രുവരി 2 രാവിലെ 11:30 മുതൽ അഭിഷേക കാവടി വരവ്, രാത്രി 11:30 മുതൽ ഭസ്മ കാവടി വരവ്, ഫെബ്രുവരി 3 രാവിലെ 10 കാഴ്ചശീവേലി, വൈകിട്ട് 5 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, രാത്രി 9 പള്ളിവേട്ട, രാത്രി 10 രാത്രിപൂരം, ഫെബ്രുവരി 4 രാവിലെ 8 ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്ര സമാജം ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത്, CS ശിവദാസൻ, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ KK ബാബുരാജൻ, സന്തോഷ് കാളാന്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ KSU SFI സംഘർഷം. KSU യൂണിറ്റ് പ്രസിഡന്റ് ഗോപൻ, ദീപക് എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും ലോ കോളേജിൽ സംഘർഷം നടന്നിരുന്നു.
ഇതേ തുടർന്ന് കോളേജിന് അവധി നൽകിയിരിക്കുകയായിരുന്നു. വീണ്ടും കോളേജ് തുറന്നപ്പോഴാണ് വീണ്ടും സംഘർഷമുണ്ടായത്. പോലീസ് ചമഞ്ഞ് 18 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ സ്വദേശി മുഹമ്മദ് ഷുഹൈദിനെയാണ് അറസ്റ്റ് ചെയ്തത്. 2024 ഡിസംബർ 15-നാണ് കൂളിമുട്ടം സ്വദേശികളായ വയോധിക ദമ്പതികളെ വീഡിയോ കോളിൽ വിളിച്ച് ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് 19 ലക്ഷം രൂപയോളം തട്ടിയെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാപ്പറാടം കുഴിക്കോട്ടുകോണത്ത് ഹോണടിച്ചതിന്റെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവിനെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട സ്വദേശി പരിയാടത്ത് വീട്ടിൽ സുനിലാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നാരായണൻ കുളങ്ങര ഭഗവതി ക്ഷേത്ര ഓഫീസിനു സമീപം തീപിടുത്തം. മകരപ്പത്ത് മഹോത്സവം കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ഓഫീസിന് സമീപത്ത് നിന്നാണ് തീ ഉയർന്നത്. ക്ഷേത്രത്തിന് പുറത്തെ കുഴിയിൽ മാലിന്യം കത്തിച്ചിരുന്നു. ഇതിൽ നിന്നും ക്ഷേത്രാങ്കണത്തിൽ ഉണക്കാനിട്ടിരുന്ന ചകിരിയിലേക്ക് തീ പടരുകയായിരുന്നു. ഓഫീസ് മുറിയിലേക്ക് തീ പടരും മുമ്പ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഗുരുവായൂർ, കോട്ടപ്പടി, തൊഴിയൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം വീടുകളും കടകളും കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര ഷെഫീഖ് മൻസിലിൽ സതീഷ് എന്ന റഫീഖുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിയൂരിൽ 7 കടകളിലും കോട്ടപ്പടിയിൽ 3 വീടുകളിലുമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മോഷണം നടന്നത്. വിവിധ ജില്ലകളിലായി 100ഓളം മോഷണ കേസിലെ പ്രതിയാണ് സതീഷ്. ജയിലിൽ കഴിയുന്നതിനിടെ പരിചയത്തിലായ ചാവക്കാട് തിരുവത്ര കണ്ണാച്ചി അനിൽ, കോട്ടപ്പടി പുന്നത്തൂർ റോഡ് കുത്തിയിൽ ശ്രീകുട്ടൻ എന്നിവരുടെ സഹായത്തോടെയാണ് ഇയാൾ മോഷണം നടത്തിയത്. ഇവർ ആളില്ലാ വീടുകൾ കണ്ടെത്തി സതീഷിനെ വിവരമറിയിക്കും. സതീഷ് എത്തി മോഷണം നടത്തി ഒരു പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. മോഷണശേഷം ആഹാരം പാകം ചെയ്ത് കഴിക്കുകയും പരിസരത്ത് CCTVയുടെ DVR കണ്ടെടുത്ത് നശിപ്പിക്കുന്നതും ഇയാളുടെ പതിവാണ്. കോട്ടപ്പടി, തൊഴിയൂർ മേഖലകളിൽ നിന്നുള്ള DVRകൾ തൊഴിയൂരിലെ മദ്രസയുടെ കിണറ്റിലാണ് ഉപേക്ഷിച്ചത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പോലീസ് കിണറ്റിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് വീണ്ടും തിരച്ചിൽ നടത്തും. ചാവക്കാട് പാലയൂരിൽ SDPI നേതാവിന്റെ വീട്ടിൽ NIA റെയ്ഡ്. SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. രാവിലെ 7 മണിയോടെയാണ് NIA കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം ഫാമിസിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയത്. ഗുരുവായൂരിൽ തെക്കേനടയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. കാണിപ്പയ്യന്നൂർ സ്വദേശി പുരുഷോത്തമൻ, ഭാര്യ സരോജം, സഹോദരി രമണി, അടൂർ സ്വദേശി ചെരുവിൽ വീട്ടിൽ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. തെക്കേനടയിൽ ബ്രാഹ്മണ സമൂഹം മഠത്തിന് സമീപം രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. പുരുഷോത്തമനും കുടുംബവും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പടിഞ്ഞാറേ നടയിൽ നിന്ന് തെക്കേ നടയിലേക്ക് പോകുകയായിരുന്നു. ഈ സമയം എതിരെ വന്ന അനന്തുവിന്റെ കാർ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ 2 കാറുകളുടെയും മുൻവശം തകർന്നു. നടുറോഡിൽ കാറുകൾ കൂട്ടിയിടിച്ചതു കാരണം ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും നാട്ടുകാരും ചേർന്ന് കാറുകൾ തള്ളിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിമ്പൂരിൽ 16-കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 4 പേർ കസ്റ്റഡിയിൽ. കാഞ്ഞാണിയിൽ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നടന്നു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.